ഹായ് ഗായ്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ ട്രിപ്പ് നടത്തിയപ്പോൾ അതിൻ്റെ ഒരു കാണിക്കാൻ വേണ്ടി തന്നെ. മാരാരിക്കുളം ബീച്ച് ആലപ്പുഴയിലുള്ള നല്ലൊരു ബീച്ചായിരുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ചെന്നപ്പോൾ തന്നെ ഞാൻ കണ്ടത് അവിടെ കുറേ ബോട്ട്സിൽ അവർ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോകാനുള്ള പുറപ്പാടായിരുന്നു. അപ്പോൾ അവർ കുറേ പേര് വല കഴുകുന്നു. ഞാനത് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം കാണുക, വല കഴുക്കും ഇങ്ങനത്തെ പരിപാടിയൊക്കെ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു, ഇതേപോലെ വല കഴുകുന്ന സമയത്ത് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോകും. അപ്പോൾ അവനത് മെയിനായിട്ട് അത് കെയർഫുള്ളായിട്ട് അതിൻ്റെ കറക്റ്റ് ലൈനിലാണ് അവൻ കിട്ടുന്നത്. അതെല്ലാം സെറ്റാക്കുവാണ്. എവിടെയെങ്കിലും കീറലുണ്ടോ തുന്നലുണ്ടോ എല്ലാം നോക്കി അവർ സെറ്റാക്കി എടുത്തേച്ച് അടുത്തതിന് പോകാനുള്ള പുറപ്പാടിലാണ്. ആ സമയത്താണ് ഇപ്പുറത്തെ രണ്ട് ചേട്ടന്മാർ മൽപ്പിടുത്തം പിടിക്കുന്നതുണ്ട്. ഞാനപ്പോൾ അത് ക്യൂരിയസ് ആയിട്ട് ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായി ഒരു പാമ്പ്. ഞാൻ ശരിക്കും മേടിച്ചു, എന്നാ പാമ്പാന്നും എനിക്കറിയത്തില്ല. പിന്നെ ലാസ്റ്റ് എനിക്ക് മനസ്സിലായി അത് കടൽപ്പാമ്പാണ്. ഭയങ്കര വിഷമുള്ളതെന്നാണ് കേട്ടിട്ടുള്ളത് ഈ കടൽപ്പാമ്പ്. ചേട്ടന്മാർ നല്ല കൂളായിട്ട് നല്ല സൂപ്പറായിട്ട് എടുക്കും. ജീവനുള്ള പാമ്പാണ്. പക്ഷെ അവരതൊന്നും മീൻസ് നല്ല കെയർഫുള്ളാണ്. പക്ഷെ അവർക്കതൊന്നും ഒരു വിഷയമേ അല്ല. അവരതിനെ എടുത്ത് പെറുക്കി വലയെല്ലാം ശ്രദ്ധിച്ച്. പാമ്പിനും കേടുവന്നില്ല, വലയ്ക്കും കേടുവന്നില്ല. പക്ഷെ എനിക്ക് പേടിയുണ്ടായിരുന്നു അവരെങ്ങാനും ചാടുവോ, ഇനി ചേട്ടന്മാരെ പാമ്പ് കടിക്കുവോ. ഞാനാകെ ഒരു ടെൻഷനിലായിരുന്നു. കാരണം എൻ്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പക്ഷെ ചേട്ടന്മാര് നന്നായിട്ട് എന്നെ നോക്കിയാ പാമ്പിനെ എടുത്തത്. അതിൻ്റെ ഇടയ്ക്ക് തലയെ ഇപ്പം അവർ വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. വാല അവിടെ ഓൾറെഡി അവരുടെ കയ്യിലുണ്ട്. അപ്പം ഞാൻ ആ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അപ്പച്ചന്മാർക്ക് നല്ല എക്സ്പീരിയൻസ് ആണെന്ന് തോന്നുന്നുണ്ട്, അവർ എക്സ്പേർട്ടാണ്. അപ്പം അവർ ആ വല വലിച്ചെടുത്ത് പാമ്പിനെ പുറത്തോട്ട് എടുത്ത് ഇട്ടു കേട്ടോ. ആ പാമ്പിനെ പുറത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഡൗട്ട് എങ്ങോട്ടാണ് വിടുന്നത്. ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് നമുക്ക് പറമ്പിലെറിയാം, കുറേ പേര് പറയുന്നുണ്ട് കടലിലോട്ട് എടുത്തെറിയാം. അപ്പോൾ ലാസ്റ്റ് അവർ ഫൈനലായിട്ട് ഡിസിഷൻ എത്തി അവർ കടലിലോട്ട് തന്നെ എറിയാന്ന്. അപ്പോൾ എന്നിട്ട് ഒരപ്പച്ചൻ എടുത്തേച്ച് അതിനെ കടലിലോട്ട് എറിയാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടു. അപ്പം ആ കടലിൽ എറിഞ്ഞ സിങ്കാണ് കേട്ടോ. എറിഞ്ഞ് കഴിഞ്ഞ് വെച്ച് അവൻ എന്നാ കാണിച്ചെന്നറിയോ, ആ പോയ സ്പീഡിൽ തന്നെ അവൻ തിരിച്ചു വന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടില്ല. അപ്പച്ചന്മാരെ ഒന്ന് ഭയങ്കര ഇഷ്ടമായെന്ന് തോന്നുന്നു. അവനാ തിരിച്ചു വന്നത്. പിന്നെ അപ്പച്ചന്മാർക്ക് മനസ്സിലായി അവിടെ എത്തിയിട്ട് കാര്യമില്ല, എടുത്തോണ്ട് എന്തായാലും പോകണമെന്ന്. പിന്നെ പുള്ളിക്കാരൻ അവിടെ നിന്ന് എടുത്ത് പിടിച്ച് ആ പാമ്പിനെയും കൊണ്ട് അങ്ങേ സൈഡിലോട്ട് പോയി. ഇപ്പം ആഴമുള്ള സൈഡിലോട്ട് ഇടാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നുണ്ട് പുള്ളിക്കാരൻ അങ്ങോട്ട് വലിച്ചുകൊണ്ട്. ഞാൻ ശരിക്കും പേടിച്ചാൽ നിന്ന കേട്ടോ. കാരണം ആ പാമ്പിനെ കൊണ്ടുപോകുന്ന സമയത്ത് അതെങ്ങാനും കൊത്തുവോ. പക്ഷെ അതിന് മുറിവുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. എവിടെയും ബ്ലഡ് ഒന്നും വരുന്ന കണ്ടില്ല. ഇപ്പം എവിടെയെങ്കിലും ആ വലയിൽ കുടുങ്ങിയതല്ലേ, അതിൻ്റെ ഒരു ഡിഫിക്കൽട്ട് ഉണ്ടാവുമായിരിക്കും. പക്ഷെ പാമ്പ് അനങ്ങുന്നുണ്ട്. അപ്പച്ചനാണെങ്കിലും കൂളായിട്ട് അതിനെ കൊണ്ടുപോയി അവർക്ക് എക്സ്പേർട്ട് ആയിരിക്കില്ല. അവരിപ്പോൾ ഇത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നു എന്ന് പറഞ്ഞാൽ അവർ ശരിക്കും എന്നും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നല്ല വിഷമുള്ള പാമ്പായതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പുള്ളിക്കാരൻ അതിനെ എടുത്തുകൊണ്ട് പോയി അങ്ങ് അപ്പുറത്തെ പറമ്പല്ല അപ്പുറത്തെ കായലല്ലേ, ആ കായലും പോട്ടെ, ബീച്ചിൻ്റെ അങ്ങേ ആഴമുള്ള ഏരിയയിലോട്ട്, കടലിലോട്ട് പുള്ളിക്കാരൻ ഇട്ടു കേട്ടോ. പിന്നെ തിരിച്ചു വന്നു. പക്ഷേ തിരിച്ചു വന്ന പുള്ളിക്കാരൻ തിരിച്ച് കൂളായിട്ട് ഇറങ്ങി വന്നു. പക്ഷെ എനിക്ക് പേടിയായിരുന്നു പിന്നെ ആ മണലാരത്തോടെ നടക്കാൻ വേണ്ടിയിട്ട്. കാരണം അതിൻ്റെ ഇടയിൽ ഇതുപോലത്തെ വല്ല സാധനം ഉണ്ടോയെന്ന് ഇനി പറയാൻ പറ്റത്തില്ലല്ലോ. ഞാനൊരു വിധത്തിൽ പേടിച്ചാണ് ശരിക്കും പോയത്. അതിൽ ഈ ഒരു സീൻ കണ്ടിട്ട് ഞാൻ ലൈഫ് ഫസ്റ്റ് ടൈം കാണുക, അതുകൊണ്ടൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് എന്തായാലും കടൽപ്പാമ്പിനെ ഒന്ന് കാണാൻ പറ്റി. വീഡിയോസിലൊക്കെ സാധാരണ കടൽപ്പാമ്പിനെ കണ്ടിട്ടുള്ളൂ, ഇങ്ങനെ വരുന്നതും അത് വിഷമാണെന്ന് പറയാൻ കേട്ടിട്ടുണ്ടെങ്കിൽ, കടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര പോയിസണാന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതെന്തായാലും ശരിക്കൊന്നും കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ അതും കഴിഞ്ഞ് വെച്ച് എല്ലാവരുടെയും വല നേരെയാക്കലും, പിന്നെ അവിടെ കുറെ പേര് പോകാൻ റെഡിയായി നിൽക്കുന്നതും കെട്ടിയിട്ടിരിക്കുന്നതും അതൊക്കെ കണ്ട് ഞാൻ അതുവഴി കുറച്ചു നേരമൊക്കെ നടന്ന്. ശരിക്കും അവിടെ ശാന്തമായിട്ടുള്ള ഏരിയ കേട്ടോ. നല്ല ക്ലീൻ ഏരിയയാണ്, നീറ്റാണ്, ക്ലീനാണ്. അവിടെ അങ്ങനെ വേസ്റ്റ് ഒന്നും ഓവറായിട്ട് ഞാൻ എവിടെയും കണ്ടില്ല. വൃത്തികെട്ട സ്മെല്ലുണ്ടായിരുന്നില്ല. അതൊക്കെ സാധാരണ ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല ഉണ്ടാവാറ്. പക്ഷെ ഇവിടെ അതെല്ലാം അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ നല്ലൊരു ഇതായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് വെച്ച് നേരെ ഒരു തട്ട് പോലെ, ലൈക്ക് ഒരു തോട് പോലെ ജെട്ടി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പൊ അത് ഇച്ചിരി നല്ല ദൂരത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി ഫസ്റ്റ് വിചാരിച്ചു കടലിൻ്റെ ഇടയിൽ ഇങ്ങനെ എൻ്റെ സ്ഥലത്ത് വെള്ളം അങ്ങോട്ട് കയറാതെ അങ്ങനെ ആയതാണോ ഒന്നും എനിക്ക് മനസ്സിലായില്ല. സത്യത്തിൽ ഇച്ചിരി പൊങ്ങിയായിരുന്നു. അപ്പൊ രണ്ട് സൈഡിലും വെള്ളം ഉണ്ടാകുന്ന ഇത് ഇച്ചിരി പൊങ്ങിയും കിടക്കുന്നു. പിന്നാണ് മനസ്സിലായത് ഇത് മാൻമെയ്ഡ് ആണ്, ഇത് ഒരു പ്രത്യേക ഒരു റീസണിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണെന്നൊക്കെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പം എന്നെപ്പോലെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം അത് ഇച്ചിരി നല്ല നീളത്തിലുണ്ടായിരുന്നു. ഇച്ചിരി ദൂരം അങ്ങോട്ട് നടക്കാനുണ്ട്. അതിൻ്റെ ആ പോകുന്ന വഴിയിലെല്ലാം കുറേ ചേട്ടന്മാർ വെയിൽ കായാൻ കിടക്കുന്നുണ്ട്. പിന്നെ കുറേ പേര് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങ് സൈഡിലോട്ടൊക്കെ. അപ്പം ഞാനും അതിൻ്റെ ഇടയിൽ കുറച്ച് പോയി ഫോട്ടോസൊക്കെ എടുത്തു. അതിൻ്റെ ആ കല്ലിൻ്റെ പുറത്തിലൊക്കെ കയറി നടന്ന്
എന്തുവാ ഞണ്ടുകളൊക്കെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ സൈഡിൽ കൂടെ ഞാനും അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ അവരെന്നെ ഡിസ്റ്റർബ് ചെയ്യാത്ത വിധത്തിൽ ഞാനൊരു സ്ഥലം ചെറിയൊരു കണ്ടുപിടിച്ച് അതിന് മണ്ടേ കയറി ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ശരിക്കും നല്ലൊരു ഫീലാണ് കേട്ടോ അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ. കാരണം ആ കടലും അതിൻ്റെ ഇടയിലെ തിരമാലയൊക്കെ അടിക്കുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും നമ്മുടെ ഒരു എന്താ പറയാ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവുന്ന പോലെ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ഫീലാണ്. അങ്ങനെ അവിടുത്തെ പ്രഹസനമൊക്കെ കഴിഞ്ഞ് ഞാൻ താഴോട്ട് ഇറങ്ങുന്ന സമയത്താണ് നമ്മുടെ എക്സ്കവേറ്റർ പോകുന്നുണ്ട്. എക്സ്കവേറ്റർ അത് എന്തുവാ, ഞാൻ ശരിനി ഇപ്പം എന്തിനു പോവുക എന്ന് വെച്ചാൽ ഞാനും അതിൻ്റെ പുറകെ പോകാൻ പ്ലാൻ ഇട്ടു. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അവര് ഈ കല്ലൊക്കെ സെറ്റാക്കി ഇവരാ ഇടുന്നത്. ഇവര് കല്ലൊക്കെ സെറ്റാക്കി ആ റോഡ് ഇവര് സെറ്റാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ എൻഡ് വരെ ആയിട്ടില്ല, അപ്പൊ ഹാഫ് വരെ ആയിട്ടുള്ളൂ. അപ്പൊ അവര് ഈ ഇതെല്ലാം പെറുക്കി കല്ലൊക്കെ പെറുക്കി അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിൽ അവരത് ഉണ്ടാക്കിയെടുക്കുക. അത് അതിന്റെ പുറത്തുനിന്ന് ഞാൻ ഇത്ര ഇങ്ങനെ സർക്കസ് കളിച്ചപ്പോൾ പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പം അവിടെ എല്ലാവരും സെറ്റാക്കി നല്ല ലെവലാക്കി ഇടുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് ആക്ച്വലി പോകണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പം ഇത് വന്ന കൊണ്ട് എനിക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റാതായി. പക്ഷേ എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് അങ്ങോട്ട് അവർ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ട് സെറ്റ് ആക്കിയിട്ടില്ല, ആക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, പണി നടന്നുകൊണ്ടിരിക്കുക. കുറച്ചുകൂടെ അങ്ങോട്ട് എനിക്ക് അങ്ങ് എൻഡിൽ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ആയത് കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം അവിടെ പണി പിന്നെ നടക്കുവാണല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നടന്നു വന്ന വഴിക്കാണ് തിരിച്ച് റിട്ടേൺ വരുന്ന സമയത്ത് കണ്ട് കുറച്ച് ഞണ്ടുകളൊക്കെ എന്നെ പോലെ തന്നെ കുറച്ച് കല്ലിൻ്റെ പുറത്തൊക്കെ കയറി ഇരിപ്പുണ്ട്. അപ്പം ഈ എനിക്ക് വന്ന റെഡ് റോക്ക് ക്രാബ്സ് ആണെന്ന് തോന്നുന്നു. അത് കാരണം വെച്ചാൽ അവര് ഈ എന്തോ ക്യാൻസറസ് ക്രാബ്സ് എന്ന് ഇതിന് പേരുണ്ട്. പക്ഷെ ക്യാൻസറായിട്ടൊരു ബന്ധമില്ല കേട്ടോ. കാണാൻ നല്ല ഭംഗിയാ. പക്ഷെ എനിക്ക് പേടിയായിരുന്നു ഇത് കയറി ഞെക്കുവോന്നു. പിന്നെ ഞാൻ അറിഞ്ഞത് ഞെക്കത്തൊന്നുമില്ല, അങ്ങോട്ട് ഉപദ്രവിക്കാൻ പോയാലേ ഞെക്കത്തുള്ളൂ. പിന്നെ ഞാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തീരത്തോടൊക്കെ നടക്കാമെന്ന് വിചാരിച്ചു. തീരത്തോടൊക്കെ പോയി നടന്നു. പിന്നെ വെള്ളം തട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ സീനാവില്ല. അത് കാരണം ഞാൻ വെള്ളം തട്ടാതെ ശ്രദ്ധിച്ചതിലൊക്കെ നടന്ന്. പിന്നെ അവിടെ ഉള്ളത് ആകെ കുറച്ച് പട്ടിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് എന്തുവാ കൊക്കും കിടന്ന് നടക്കുന്നുണ്ട്. പിന്നെ മറ്റേ ചേട്ടന്മാരെല്ലാം അവിടെ എന്തുവാ അവരുടെ വല കഴുകുന്നു, പോകാനുള്ള പ്രിപ്പറേഷൻ നടത്തുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ ഞാനും ഒന്ന് പോയി പട്ടിയുടെ ബായിയൊക്കെ പറഞ്ഞ് ഞാനാണ് തിരിച്ചു പോന്നു അന്ന്. പക്ഷേ എനിക്ക് അവിടെ ബോട്ടിങ് എല്ലാം ഉണ്ടായിരുന്നു, പോകണമെന്ന് വല്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും നടന്നില്ല. പിന്നെ ബോട്ടിൻ്റെ പുറത്തോടൊക്കെ ഒന്ന് കയറി ഇറങ്ങി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഈ സാധനം കെട്ടിയേക്കുന്ന എന്നാ പറയാം, മാഡ്മെയ്ഡ് ആയിട്ടുള്ള അവരുണ്ടാക്കിയിരുന്നത് ഒരു സൈഡിൽ നല്ല തിര വരുന്ന ഞാൻ കണ്ടായിരുന്നല്ലോ ഞാൻ ഇരുന്നിടത്ത്. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ തിരയൊന്നുമില്ല. ഞാൻ ആ ക്രാബ്സിനെ കാണിക്കാൻ വേണ്ടി ഇരുന്ന സമയത്ത് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ബാക്ക് തിരിച്ച്. അപ്പോൾ അവിടെ എന്താ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടായിരുന്നു അവരോട് ചെയ്തത്. പിന്നെ കുറച്ച് മീനൊക്കെ കണ്ടു. അതെല്ലാം കണ്ടേച്ച് ഞങ്ങൾ ഇടവഴി കൂടെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ശരിക്കും ഞങ്ങൾ ആ മാപ്പ് വെച്ചിട്ട് ഒരു വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. വണ്ടി പിടിച്ചൊക്കെ പോകണം ഒരുപാട് ഉണ്ടാകുമായിരിക്കും. നല്ല ഏരിയ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ചെറിയൊരു തോടൊക്കെ കണ്ടു. ആ തോട് അതിൻ്റെ സൈഡിൽ കൂടെ നോക്കിയപ്പോൾ ഉണ്ട് കയറൊക്കെ കെട്ടി വെച്ചേക്കുന്നു. കയറ് കെട്ടി ഞാനത് ഫസ്റ്റ് ടൈം കാണുക, കയറ് കെട്ടി അങ്ങനെ തിണ്ട് കെട്ടി വെച്ചേക്കുന്നത്. അപ്പോഴാണ് അറിഞ്ഞത് എന്താ നല്ലൊരു പ്രൊട്ടക്ഷനാണ്, മണ്ണ് ഇതാവാതിരിക്കാൻ, മണ്ണ് ഇടിയാതിരിക്കാനും അതിൻ്റെ ആ ഷേപ്പ് ആ സ്ട്രക്ചർ എപ്പോഴും സൂക്ഷിക്കാനും, പിന്നെ വെള്ളം കയറിയിട്ടുണ്ടെങ്കിലും അത് അതേപോലെ തന്നെ ഇരിക്കും എന്നൊക്കെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. പുതിയൊരു അറിവായിരുന്നു എനിക്ക്. അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് പറഞ്ഞ കേട്ടോ. എല്ലാവർക്കും ഒരുവിധം അറിയുന്നതെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ലായിരുന്നു. രണ്ട് സൈഡിൽ ഞാനത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഒരു ഫസ്റ്റ് ടൈം കാണുന്നൊരു ഫീലായിരുന്നു. പിന്നെ അവിടെ ആ ഏരിയ ഒക്കെ നല്ല ഭംഗിയായിരുന്നു, നല്ല ക്ലീൻ ആയിരുന്നു. അങ്ങനെ ആ പോകുന്ന വഴിക്ക് റോഡിലൊക്കെ ചെന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് റോഡിലൊക്കെ ഇരുന്നും കുറേ എടുത്തു. നല്ല കുറേ നല്ല ഏരിയകളുണ്ടായിരുന്നു. റിയലി എൻജോയ്ഡ്.